ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് 150 രൂപ മുതൽ റേറ്റ് വരുന്ന കുറച്ചധികം കോംബോ ഓഫറുകൾ കാണാം. നല്ല അടിപൊളിയായിട്ടുള്ള ഓഫറുകളാണ്. നമ്മൾ കുറേ പുതിയ ചെടികൾ ഈ ഒരു ഓഫറിലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് നോർമലി സ്റ്റോക്ക് കുറഞ്ഞിട്ടുള്ള പ്ലാൻസൊക്കെ നമ്മൾ കോംബോ ഓഫറുകളിൽ നിന്നൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള കുറച്ച് പ്ലാൻസൊക്കെ സ്റ്റോക്ക് ആയതുമൊക്കെ നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പ്ലാൻസൊക്കെ കാണാം. വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത്. ഏതൊക്കെ പ്ലാൻസ് ഉണ്ടെന്ന് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസൊക്കെ സെലക്ട് ചെയ്യാം. പസാലിയ പ്ലാൻസൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ പല സൈസിലുള്ള പ്ലാൻസ് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഏതാണോ ആവശ്യമുള്ളത്, ഏത് സൈസിലുള്ളതാണോ വേണ്ടത്, ആ സൈസിലുള്ള പ്ലാൻസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളിതിനകത്ത് 2-3 സൈസിലുള്ള പ്ലാൻസ് കാണിക്കുന്നുണ്ട്. അവൈലബിൾ ആയിട്ടുള്ള സൈസ് എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് വാങ്ങാവുന്നതാണ്. കോംബോ ഓഫറുകൾക്ക് കൊറിയർ ചാർജ് വേണ്ട കേട്ടോ. ആദ്യം തന്നെ ക്രിസ്മസ് കാക്ടസിൻ്റെ വെറൈറ്റീസാണ്. നമുക്ക് 5 വെറൈറ്റിയുടെ കോംബോ ഓഫറും 4 വെറൈറ്റി പോട്ടിലുള്ള കോംബോ ഓഫറും ഒക്കെ ഉണ്ട്. ഇത് 3 വെറൈറ്റി ജിഫി ബാഗിൽ വരുന്ന കോംബോ ഓഫറാണ്. 150 രൂപയാണ് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ട് പ്രൈസ് വരുന്നത്. ഇനി അടുത്തത് പെട്രിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ്. പെട്രിയ ഈ കാണുന്ന ബ്ലൂ, വൈറ്റ്, പിന്നെ കോഞ്ചിയ എന്ന് പറഞ്ഞിട്ട് പിങ്ക് കളറിൽ പൂക്കൾ കാണുന്ന ഇതേപോലെയുള്ള പൂക്കൾ തരുന്ന വെറൈറ്റി. അപ്പോൾ ഇതിൻ്റെ റൗണ്ട് ഷേപ്പ് ലീഫാണ് കേട്ടോ വരുന്നത്. ഫസ്റ്റ് വൺ പെട്രിയ വൈറ്റ് ആണ്, സെക്കൻഡ് വൺ കോഞ്ചിയാണ്, തേർഡ് വൺ പെട്രിയ വയലറ്റ് ആണ്. നമുക്ക് നിലത്തും പോട്ടിലുമൊക്കെ നടാവുന്ന പ്ലാന്റാണ്. മിനിമം കെയറിങ്ങിൽ നന്നായിട്ട് ഫ്ലവേഴ്സ് കിട്ടുന്ന പ്ലാന്റ്സുമാണ്. അപ്പോൾ ഈ ഒരു 3 വെറൈറ്റിയുടെ കോംബോ ഓഫറിന് നമുക്ക് റേറ്റ് വരുന്നത് 270 രൂപയാണ്. എക്സ്ട്രാ കൊറിയർ ചാർജ് ഒന്നുമില്ല. എല്ലാ ചാർജും ഉൾപ്പെടെ 270 രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ. ഇതിൻ്റെ വലിയ പ്ലാന്റ്സ് കയ്യിലുണ്ട്. പൂക്കൾ ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ DAP പോലത്തെ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാം. DAP ഏത് കമ്പനിയുടെ എന്നൊന്നുമില്ല. അത്യാവശ്യം നല്ല DAP വളങ്ങൾ നമുക്ക് വളം ഡിപ്പോകളിൽ കിട്ടും കേട്ടോ. ഇനി അടുത്തത് മർമലൈഡ് ബുഷ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റാണ്. ഫയർ ബുഷും എന്നും ഇതിന് പറയാറുണ്ട്. കാരണം ഇതിൻ്റെ ആ ഒരു ഫ്ലവറിൻ്റെ കളറൊക്കെ കൊണ്ടാണ് ഈ ഒരു പേരിൽ കൂടി അറിയപ്പെടുന്നത്. അപ്പോൾ ഇത് കുറച്ച് സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സൈസ് ഇതാണ്. അത്യാവശ്യം നല്ല ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ്. നമുക്ക് എപ്പോഴും സ്റ്റോക്ക് ഉണ്ടാവുന്നതല്ല കേട്ടോ. ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. ഇതിന് റേറ്റ് വരുന്നത് 2 പ്ലാന്റിന് 270 രൂപയാണ്. അപ്പോൾ ഇത് വാങ്ങുന്നവർ നന്നായിട്ട് കെയർ ചെയ്യണേ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് മാത്രമേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതധികം സോയിൽ റിമൂവ് ചെയ്യാതെ തന്നെയാണ് നമ്മൾ അയക്കുന്നതും. ഇനി അടുത്തത് വരുന്നത് ഈ കാണുന്ന ചൈനീസ് ട്രംപറ്റ് വൈൻ അല്ലെങ്കിൽ ട്രംപറ്റ് ക്രീപ്പർ എന്നൊക്കെ അറിയപ്പെടുന്ന ടെക്കോമയുടെ ഒരു ക്രീപ്പർ വെറൈറ്റിയാണ്. പ്ലാന്റ് സൈസ് ഈ കാണുന്നതാണ് കേട്ടോ. അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റാണ്. നല്ല ഹെൽത്തി പ്ലാന്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 2 എണ്ണത്തിന് നമുക്ക് 330 രൂപയാണ് റേറ്റ് വരുന്നത്. നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ്. പുതിയ പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല വെറൈറ്റിയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സെയിം പ്ലാന്റ് തന്നെയാണ് 2 പ്ലാന്റ് വരുന്നത്. 2 എണ്ണം എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. 2 വെറൈറ്റി ആണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. ഒരേ പ്ലാന്റ് തന്നെയാണിത്. പിന്നെ അടുത്തത് വരുന്നത് ഈ കാണുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റിയാണ്. ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എപ്പിഡെൻഡ്രൻ ഓർക്കിഡാണ്. നല്ല റെഡ് കളറ്, വയലറ്റ്, ലൈറ്റ് റോസ് അങ്ങനെ 3 കളേഴ്സിലുണ്ട്. വേറെയും കളേഴ്സ് ഉണ്ട്. നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 വെറൈറ്റിയാണ് തരുന്നത്. ടോട്ടൽ 950 രൂപയാണ് റേറ്റ് വരുന്നത്. ഇനി അടുത്തതൊരു പുതിയ പ്ലാന്റിൻ്റെ ഓഫറാണ്. ഇത് മോർണിംഗ് ഗ്ലോറിയുടെ ഈ കാണുന്ന വയലറ്റ് കളറിൽ പൂക്കൾ തരുന്ന വെറൈറ്റിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡബിൾ പെറ്റലിൻ്റെ ഫ്ലവർ വരുന്ന പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ 2 പ്ലാന്റിന് കൂടി, അതായത് സിംഗിൾ പെറ്റലിലും ഡബിൾ പെറ്റലിലും ഉണ്ടാവുന്ന പ്ലാന്റിനും കൂടിയാണ് നമുക്ക് കോംബോ ഓഫർ റേറ്റ് വരുന്നത്. 180 രൂപയാണ് 2നും കൂടി നമുക്ക് റേറ്റ് വരുന്നത് കേട്ടോ. നമ്മൾ അസാലിയയുടെ ചെറുതും വലുതുമായിട്ടുള്ള സൈസൊക്കെ കണ്ടിട്ടുണ്ട്. ഈ സൈസിലുള്ളത് നമ്മൾ 5 വെറൈറ്റി ഒന്നും കോംബോ ഓഫറിൽ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. ഇതല്ല സൈസ്. ഞാൻ ഫ്ലവർ കാണിച്ചു തരുന്നേ ഉള്ളൂ. കാണാത്തവർക്കായിട്ട് സൈസ് കാണിച്ചു തരാം. 5 വെറൈറ്റി കളേഴ്സ് നല്ല വലിയ പ്ലാന്റിൽ ഫ്ലവർ ആവാൻ പാകമായിട്ടുള്ള ചെടികളിൽ 5 വെറൈറ്റി കളേഴ്സ് ഉണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. സൈസ് കാണിച്ചു തരാം. ഇത്രയും സൈസുള്ള പ്ലാന്റാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്. പെട്ടെന്ന് ഫ്ലവേഴ്സൊക്കെ ഇടാൻ അല്ലെങ്കിൽ ഫ്ലവേഴ്സൊക്കെ പെട്ടെന്ന് ഇടണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഈ പ്ലാന്റ്സ് വാങ്ങി വളർത്താവുന്നതാണ്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്.
നല്ല അടിപൊളിയായിട്ടുള്ള സൈസിലുള്ള പ്ലാന്റ്സുമാണ് കേട്ടോ. അതായത് ഇതുപോലെ നല്ല ബുഷായിട്ടുള്ള ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ കെയറിങ് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കണ്ടു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാന്റ്സിനൊക്കെ എക്സ്ട്രാ കെയർ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, നമ്മൾ വെറുതെ മണ്ണിൽ വളമിട്ട് നടുന്നതിലുപരി നമ്മൾ എക്സ്ട്രാ കെയർ എന്തൊക്കെയാണ് കൊടുക്കേണ്ടതെന്നുള്ളതൊക്കെ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിനും നമുക്ക് മെച്യൂറായിട്ടുള്ള പ്ലാന്റിൽ ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ DAP വളങ്ങളും മറ്റുള്ള NPK ഫെർട്ടിലൈസേഴ്സും ഒക്കെ കൊടുക്കാവുന്നതാണ്. ഇടയ്ക്ക് സാഫും കലക്കി ഒഴിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഈ സൈസിലുള്ള 5 പ്ലാന്റിന് നമുക്ക് 900 രൂപയാണ് എല്ലാ ചാർജും ഉൾപ്പെടെ റേറ്റ് വരുന്നത്. ഇനി അടുത്തത് ഹൈഡ്രാഞ്ചിയാണ്. ഹൈഡ്രാഞ്ചിയുടെ 4 വെറൈറ്റി കളേഴ്സാണ് ഉള്ളത്. നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോസ് വേണം എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്ലാന്റിൻ്റെ കെയറിങ് അറിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ പ്ലാന്റിൻ്റെ പേരൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ എക്സ്ട്രാ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ 4 കളേഴ്സിലുള്ള ഹൈഡ്രാഞ്ചിയ പ്ലാന്റിനും കൂടി റേറ്റ് വരുന്നത് 300 രൂപയാണ്. നമ്മുടെ പിങ്ക് ജാസ്മിൻ, അതായത് കക്കടമുല്ലയുടെ ഒരു പിങ്ക് വെറൈറ്റിയാണ്. പിങ്ക് ജാസ്മിൻ എന്നാണ് പറയുന്നത്. പിങ്ക് ജാസ്മിനും മദ്രാസ് ജാസ്മിൻ ഇതാ ഇതുപോലെയാണ്. സ്മെല്ലുണ്ട് കേട്ടോ, നല്ല പ്ലാന്റാണ്. ഒത്തിരി പൂക്കളുണ്ടാവും കേട്ടോ. നമ്മൾ ജാസ്മിൻ്റെ വെറൈറ്റീസൊക്കെ കളക്ട് ചെയ്യുന്നവർ മസ്റ്റായിട്ടും ഈ ഒരു വെറൈറ്റിയും കൂടി വാങ്ങണം, കാരണം നല്ലൊരു വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ ഈ 2 ജാസ്മിൻ വെറൈറ്റിയും കൂടി തരുന്നത് 240 രൂപയ്ക്കാണ്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്, നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ. ഒന്ന് പിങ്കും ഒന്ന് പ്യുവർ വൈറ്റും കളറിലാണ് ഇതിൻ്റെ ഷെയ്ഡ്സ് വരുന്നത്. ഇനി അടുത്തത് വരുന്നത് ഈ കാണുന്ന അസാലിയ ചെടിയുടെ വെറൈറ്റീസാണ്. അസാലിയ ചെടി നമ്മൾ പല സൈസിലുള്ളത് തന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. ഈ പ്ലാന്റ് എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കണ്ടിട്ട് വേണം ഈ പ്ലാന്റ് വാങ്ങി എല്ലാവരും വളർത്താൻ. അപ്പോൾ ഈ ഒരു സൈസിലുള്ള 5 വെറൈറ്റിയുടെ കോംബോ ഓഫറിന് നമുക്ക് റേറ്റ് വരുന്നത് 500 രൂപയാണ്. അത് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് വരുന്നത്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. ഇത് ഗ്രോ ബാഗിലിരുന്ന് മാക്സിമം വളർന്നു, റിപ്പോർട്ട് ചെയ്താൽ നല്ല ഗ്രോത്ത് കിട്ടുന്ന പ്ലാന്റാണ്. ഇനി അടുത്തത് വരുന്നത് അസാലിയ പോലെ തന്നെ ഒത്തിരി പൂക്കളുണ്ടാകുന്ന ഒരു പ്ലാന്റാണ് കമേലിയ. അപ്പോൾ കമേലിയ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് വരുന്നുണ്ട്. കുറേ പേര് ഡൗട്ട്സ് ചോദിക്കുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ. അപ്പോൾ കമേലിയയുടെ നമുക്ക് വരുന്നത് 5 വെറൈറ്റീസാണ്. നമുക്കറിയാം കമേലിയ കുറച്ച് റേറ്റ് വരുന്ന പ്ലാന്റ്സ് ആണ്. ഈ സൈസിലുള്ള 5 വെറൈറ്റീസാണ് നമ്മൾ തരുന്നത്. നല്ല തളുപ്പൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ 5 വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് 700 രൂപയാണ് കേട്ടോ. അസാലിയ 5 വെറൈറ്റി 500ഉം കമേലിയ 5 വെറൈറ്റി 700ഉമാണ്. കമേലിയ കുറച്ചും കൂടി വലിപ്പമുള്ള പ്ലാന്റാണ് കേട്ടോ. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ കട്ടിങ്സ് വെച്ചിട്ട് നമുക്ക് ചെടി പിടിപ്പിച്ചെടുക്കാം കേട്ടോ. പക്ഷെ കുറച്ച് സമയം എടുക്കും, 3 മാസമൊക്കെ എടുക്കും റൂട്ട് വരാനായിട്ട്. ഇനി അടുത്തത് വരുന്നത് ഈ കാണുന്നത് പോലത്തെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ ചെടികളാണ്. ഇത് നമ്മൾ പോട്ടിലാണ് അയച്ചു തരുന്നത്. നല്ല ചെടികളാണ് വരുന്നത് കേട്ടോ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നമുക്ക് 450 റേറ്റ് വരുന്നത്. നമുക്ക് 10 വെറൈറ്റി ഉണ്ട്. 10 വെറൈറ്റി എടുക്കുന്നവർക്ക് നമ്മൾ 850 രൂപയ്ക്കാണ് ചെയ്തു തരിക കേട്ടോ. ഇനി അടുത്തത് ആഫ്രിക്കൻ വയലറ്റ്സിൻ്റെ തന്നെ പോട്ടിലുള്ള പ്ലാന്റ് വാങ്ങാൻ പറ്റില്ലാത്തവർക്ക് ജിഫിയിലുള്ള പ്ലാന്റ്സ് വാങ്ങാം. ഇതിന് 300 രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ. ഈ സൈസിലുള്ളതാണ്. നമ്മൾ പോട്ടി മിക്സ് ഉണ്ടാക്കി അതിലേക്ക് നട്ടാൽ മതി. നന്നായിട്ട് റൂട്ട് വന്നതാണ്. പിന്നെ ഇതിൻ്റെ റൂട്ടൊന്നും പൊട്ടിപ്പോവാതെ പ്ലാന്റ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഇതിൻ്റെ ആ ജിഫി ബാഗ് റിമൂവ് ചെയ്തിട്ട് നടാവുന്നതാണ് കേട്ടോ. അടുത്തത് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് അല്ലേ, ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ വെറൈറ്റീസ്. നമ്മൾ ലിപ്സ്റ്റിക് പ്ലാന്റ്സിൻ്റെ 8 വെറൈറ്റീസ് വെച്ചിട്ടുള്ള ഒരു കോംബോ ഓഫറായിട്ടാണ് വന്നേക്കുന്നത്. അടുത്തത് ആ ഒരു കോംബോ ഓഫറിൽ നല്ല വലിപ്പമൊക്കെ ഉള്ള ചെടികളാണ് കേട്ടോ വരുന്നത്. എല്ലാ സമയത്തും അവൈലബിൾ ആയിരിക്കില്ല ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ്. ഈ ടൈമിൽ നമുക്ക് ഈ സൈസിലുള്ളൊരു പ്ലാന്റിൻ്റെ കോംബോ ഓഫർ എടുക്കാവുന്നതാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത്. എല്ലാം ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല അടിപൊളിയാണ്. ട്വിസ്റ്റഡ് ലിപ്സ്റ്റിക്കിൻ്റെ ഒക്കെ പ്ലാന്റ്സ് നമ്മൾ മാക്സിമം സൈസിലാണ് തരുന്നത്. ഇത് ഓറഞ്ചാണ്. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ആ റെഡിൻ്റെ ക്യാപ്പ് ഭാഗം ഒരു ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന പോലത്തെ ഒരു ഷെയ്ഡ്, ഓറഞ്ച് ലിപ്സ്റ്റിക് എന്നാണ് പറയുക. അടുത്തത് വെരിഗേറ്റഡ് ആണ്. ഇപ്പോൾ മഴയൊക്കെയാണ്, സൺലൈറ്റൊക്കെ കുറവായതുകൊണ്ട് തന്നെ ആ ഒരു ഷെയ്ഡ് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഇനി വൈറ്റാണ് കേട്ടോ. വൈറ്റൊക്കെ ഇതാ ഇതുപോലെ നല്ല അടിപൊളി സൈസിലുള്ള പ്ലാന്റ്സ് ആണ് തരുന്നത്. മിനിയേച്ചറാണ്. ലീഫ് കുഞ്ഞു കുഞ്ഞു ലീഫായിരിക്കും. പൂക്കളും അതെ കേട്ടോ. ലിപ്സ്റ്റിക്കിൽ ഏറ്റവും ചെറുതാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് മിനിയേച്ചർ ലിപ്സ്റ്റിക് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അടുത്തത് വരുന്നത് പിങ്ക് ലിപ്സ്റ്റിക്കാണ്. ഇതാണ് പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ സൈസ് വരുന്നത്. ഇത് ടൈഗർ ലിപ്സ്റ്റിക്കാണ്. അടുത്തത് വരുന്നത് ഗോൾഡ് ഫിഷിൻ്റെ പ്ലാന്റാണ്. ഇതിനെല്ലാത്തിനും കൂടി നമുക്ക് 370 രൂപയാണ് ചാർജ് വരുന്നത്. ഇനി അടുത്തത് പോട്ടിലാക്കേൻ്റെ വെറൈറ്റീസാണ്.
ഇതുപോലെയാണ് ഇതിനകത്ത് ഫ്ലവേഴ്സ് ഉണ്ടാവുക. നല്ല അടിപൊളിയായിട്ട് ഫ്ലവേഴ്സ് ഉണ്ടാകുന്ന പ്ലാന്റാണ്. നമുക്ക് എല്ലാ പ്ലാന്റും കൂടി വേണമെങ്കിൽ ഒരു പോട്ടിൽ വെച്ചിട്ട് ഇതുപോലെ വളർത്താവുന്നതാണ്. നമ്മൾ തരുന്ന ഈ പ്ലാന്റ്സ് എല്ലാം കൂടി ഒറ്റ പോട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് സിംഗിൾ വേണമെങ്കിൽ ഇതിനകത്തുനിന്ന് ഓരോ തണ്ട് ഒടിച്ചെടുത്തിട്ട് പ്ലാന്റ് ചെയ്യാവുന്നതാണ്. തിരിച്ചും ചെയ്യാം കേട്ടോ. സിംഗിൾ പോട്ടിൽ വെച്ച് വളർത്തി അതിൽ നിന്ന് തണ്ടെടുത്ത് കുത്തി നമുക്ക് പുതിയ പുതിയ പ്ലാന്റ് ആക്കി എടുക്കാം. പെട്ടെന്ന് പിടിച്ച് കിട്ടുന്ന പ്ലാന്റാണ്. നമുക്കിപ്പോൾ കട്ടിങ്സ് ഒന്നുമില്ല. കുറേ പേര് കട്ടിങ്സ് വയ്ക്കുന്നുണ്ട്. നമുക്ക് ആകെയുള്ളത് റൂട്ടഡ് പ്ലാന്റ്സ് മാത്രമാണ്. ഇതിന് നമുക്ക് 10 വെറൈറ്റിക്ക് 250 രൂപ മാത്രമേ ചാർജ് വരുന്നുള്ളൂ. അപ്പോൾ അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് റെക്സ് ബിഗോണിയയുടെ 10 വെറൈറ്റീസാണ്. ഇതും ഒത്തിരി പേര് ചോദിക്കുന്ന പ്ലാന്റ്സ് ആണ്. റെക്സ് ബിഗോണിയയുടെ 10 വെറൈറ്റീസിന് നമുക്ക് 490 രൂപയാണ് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് പ്രൈസ് വരുന്നത്. നമ്മൾ കുറച്ചായിട്ട് കൊടുക്കുന്ന കോംബോ ഓഫറാണ്. ഒരുപാട് പ്ലാൻസ് ഇല്ല കേട്ടോ, കുറച്ച് പ്ലാൻസേ ഉള്ളൂ. വേണ്ടവർ വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ സിംഗിളായിട്ട് കുറേ പ്ലാൻസ് ചോദിക്കുന്നവരുണ്ട്. അതിന് നാളെ നമുക്കൊരു വീഡിയോ വരുന്നുണ്ട്. ഒരുപാട് പുതിയ പ്ലാൻസ് വെച്ചോണ്ടുള്ള ഒരു കോംബോ ഓഫറാണ് കേട്ടോ നാളെ നമുക്ക് അടുത്തത് വരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ കോംബോ ഓഫറുകൾ മാത്രമാണ് കാണിച്ചേക്കുന്നത്. ഈ പ്ലാന്റ്സൊക്കെ ഇതുപോലെ തന്നെ 2 to 3 ലീവ്സാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. പക്ഷേ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സാണ് വരുന്നത്. ഇനി അടുത്തത് ഫിറ്റോണിയാണ്. ഫിറ്റോണിയുടെ നമുക്ക് ഒരുപാട് കളേഴ്സൊന്നും ഇപ്പോൾ ഇല്ല, ഒത്തിരി ബ്രൈറ്റ് കളേഴ്സൊന്നും അല്ല. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു സെറ്റിൽ വരുന്ന പ്ലാന്റ്സ് 310 രൂപയ്ക്കാണ് 10 പ്ലാന്റ്സിൻ്റെ കോംബോ സെറ്റ് തരുന്നത്. അപ്പോൾ ഇതാ ഇതുപോലത്തെ കളേഴ്സൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നോർമൽ ആ ഒരു ഗ്രീൻ കളറൊക്കെ അടക്കമാണ് നമ്മുടെ ഈ ഒരു 10 വെറൈറ്റീസ് 310 രൂപയ്ക്ക് വരുന്നത്. ഇപ്പോൾ ക്യാറ്റ്സ് ഗ്ലോയിൻ്റെ ഒരു ടൈം തന്നെയാണല്ലേ. ക്യാറ്റ്സ് ഗ്ലോയിൻ്റെ 3 പ്ലാന്റ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നുണ്ട്. ഇതാ സീസൺ ആകുമ്പോഴേക്കും ഇതേപോലെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് ക്യാറ്റ്സ് ഗ്ലോ. അപ്പോൾ ഇതാ അതുപോലെ ഒരുപാട് പൂക്കളുണ്ടാവും കേട്ടോ, ഇലകൾ ഉണ്ടാവില്ല, അതുപോലെ പൂക്കളുണ്ടാവുന്ന പ്ലാന്റാണിത്. അപ്പോൾ ഈ ക്യാറ്റ്സ് ഗ്ലോയിൻ്റെ 3 പ്ലാന്റാണ് നമ്മൾ കോംബോ ഓഫറിൽ തരുന്നത്. 3 പ്ലാന്റിൻ്റെ കോംബോ ഓഫറിന് നമുക്ക് 210 രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ. നല്ല പ്ലാന്റ്സാണ് വരുന്നത്. ഇപ്പോൾ നമ്മുടെ മതിലും വേലിപ്പടർപ്പിലും ഒക്കെ നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചെറിയ ഷെഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ, കാർ ഷെഡൊക്കെ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലും നമുക്ക് പടർത്തി നല്ല അടിപൊളിയായിട്ട് വളർത്താൻ പറ്റും. വർഷത്തിൽ ഒന്നേ പൂക്കുള്ളെങ്കിലും അത് മതി. അത്രയ്ക്കും ഭംഗിയുള്ള പ്ലാന്റ് ആയതുകൊണ്ട് ആ ഒരു സമയത്ത് തന്നെ പൂത്താൽ ഇത് ധാരാളമാണ്. അപ്പോൾ നമ്മുടെ പ്ലാന്റ്സൊക്കെ ജസ്റ്റ് ഇതുപോലെ വള്ളി വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ സൈസിലുള്ള 3 പ്ലാന്റ്സാണ് നമ്മൾ തരുന്നത്. ഇതിൻ്റെ വലിയ പ്ലാന്റ് അവൈലബിൾ ആണ് കേട്ടോ. അതിന് നമുക്ക് 225 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മുടെ ക്യാറ്റ്സ് ഗ്ലോയിൻ്റെ 225 രൂപ റേറ്റ് വരുന്ന പ്ലാന്റ് ഇതാ ഈ സൈസിലുള്ളതാണ് കേട്ടോ. അത്യാവശ്യം നല്ലോണം വള്ളി വീശിയ പ്ലാന്റാണ്. ഇത് നമ്മൾ കെട്ടി ഇങ്ങനെ വെച്ചിട്ടുള്ള ഒരു പ്ലാന്റാണ് വരുന്നത്. ഇത് പോട്ട് റിമൂവ് ചെയ്ത് അത്യാവശ്യം സോയിൽ വെച്ചിട്ട് നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ പാക്ക് ചെയ്ത് അയച്ചു തരുവാണ് ചെയ്യുന്നത്. ഇത് ക്രിസ്മസ് കാക്ടസ്. എപ്പോഴും ജിഫിയിലുള്ള പ്ലാന്റ്സാണ് നമ്മൾ തരുന്നത്. ഇത്തവണ നമ്മൾ പോട്ടിലുള്ള പ്ലാന്റാണ് തരുന്നത്. 4 വെറൈറ്റീസാണ് നമുക്ക് പോട്ടിൽ വരുന്നത്. ഈ 4 വെറൈറ്റിക്കും കൂടി നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് 350 രൂപയാണ്. ഇനി അടുത്തത് വരുന്നത് അസാലിയം കമേലിയയും കൂടിയുള്ളൊരു സെറ്റാണ്. ഇത് നമ്മൾ മുൻപും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സെറ്റിൽ 5 കമേലിയ ചെടികളും 5 അസാലിയ ചെടികളുമാണ് വരുന്നത്. 5 കമേലിയ ചെടികൾ ഈ ഒരു സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എല്ലാം നല്ല പ്ലാന്റ്സ് ആണ് കേട്ടോ. നല്ല ഇലകൾ ഇങ്ങനെ വരാൻ ഇച്ചിരി പാടാണ് ഈ ഒരു കമേലിയ പ്ലാന്റിൽ. അപ്പോൾ നമുക്കെല്ലാം ഇതുപോലെ നാമ്പെടുത്തിട്ടുള്ള നല്ല ഇലകളൊക്കെ വിരിഞ്ഞു വന്നിട്ടുള്ള ചെടികളാണ് വരുന്നത്. അപ്പോൾ ഇതുപോലെ 5 വെറൈറ്റി കമേലിയം വരുന്നുണ്ട്, 5 വെറൈറ്റി അസാലിയം നമുക്ക് ഈ ഒരു കോംബോ സെറ്റിലേക്ക് വരുന്നുണ്ട്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും ഇലകൾ നോക്കൂ കേട്ടോ. ഓരോന്നും വ്യത്യസ്തമായിട്ടുള്ള ഇലകൾ വരുന്ന ചെടികളാണ്. ഈ ഒരു സെറ്റിൽ വരുന്ന പ്ലാന്റിന് നമുക്ക് 1400 റേറ്റ് വരുന്നത്. നമ്മൾ ആദ്യം കാണിച്ച അസാലിയ ചെടികൾ പോലെയല്ല, ഇത് കുറച്ചും കൂടി മെച്ചുറായിട്ടുള്ള പ്ലാന്റാണ്. വലിയ സൈസല്ല, പക്ഷേ മെച്ചുറായിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ തണ്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഈ പ്ലാന്റ് ഡിഫറെൻ്റ് ആണെന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ 5 പ്ലാന്റും 5 കമേലിയയും കൂടിയാണ് 1400 രൂപയ്ക്ക് വരുന്നത്. ഇനി കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ജെറബറ പ്ലാന്റിൻ്റെ. ജെറബറ പ്ലാന്റ് നമ്മൾ 4 വെറൈറ്റീസ് 500 രൂപയ്ക്കാണ് തരുന്നത്. ജെറബറ അത്യാവശ്യം റേറ്റ് വരുന്ന പ്ലാന്റ് ആണല്ലേ. അപ്പോൾ ഈ ഒരു 4 വെറൈറ്റിയും കൂടി എടുക്കുന്നവർക്ക് 500 രൂപയ്ക്ക് ഈ പ്ലാന്റ് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് വരുന്നത്. നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് വരുന്നത്. പൂവൊക്കെ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ, പക്ഷേ ഇതിൻ്റെ ഇലകളിൽ വ്യത്യാസമുണ്ട്. ഇത് കണ്ടില്ലേ. അപ്പോൾ മാക്സിമം പൂക്കളുള്ള ചെടികളായിരിക്കും തരുന്നത്. ഇനി ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് തന്നെയായിരിക്കും വരുന്നത് കേട്ടോ.
നമുക്ക് ഓറഞ്ച്, റെഡ്, മെറൂൺ, യെല്ലോ, വൈറ്റ് അങ്ങനത്തെ കളേഴ്സൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 വെറൈറ്റീസ് ആയിരിക്കും കോംബോ ഓഫറിൽ നമ്മൾ തരുന്നത്. അപ്പോൾ ഈ കോംബോ ഓഫറിൽ നമ്മൾ ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സും ഔട്ട്ഡോറിൽ വെക്കാൻ പറ്റുന്ന പ്ലാന്റ്സും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് കാണിച്ചു തരാം. ആദ്യത്തെ പ്ലാന്റ് ഈ കാണുന്ന കലേഡിയം വെറൈറ്റീസ് ആണ്. കലാഡിയത്തിൻ്റെ കോംബോ ഓഫറിലേക്ക് 6 വെറൈറ്റീസാണ് നമുക്ക് വരുന്നത്. ഇതുപോലത്തെ 6 വെറൈറ്റി നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ ഓറഞ്ച്, റെഡ്, വൈറ്റ്, ഗ്രീന് അങ്ങനത്തെ ഷെയ്ഡ്സൊക്കെ വരുന്നുണ്ട്. ഡബിൾ ഷെയ്ഡ്സാണ് കൂടുതൽ വരുന്നത്. ഇതിൻ്റെ ഇലകൾ കണ്ടില്ലേ, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതൊക്കെ മിനിയേച്ചർ വെറൈറ്റീസ് ആണ് കേട്ടോ, ഒരുപാട് ഹൈറ്റ് വയ്ക്കില്ല. നല്ല പോട്ടി മിക്സിലേക്ക് നട്ടാലേ ഇതിൻ്റെയൊക്കെ ഒരു ഏറ്റവും ഭംഗി നമുക്കറിയാൻ പറ്റുള്ളൂ. നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റീസാണ്. നമുക്കറിയാം കലേഡിയൊക്കെ നമുക്ക് സിംഗിൾ പോട്ടിന് 270, 300 രൂപയൊക്കെ റേറ്റ് വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഒരു ജിഫി ബാഗിൽ തരാൻ തുടങ്ങിയപ്പോഴാണ് ഇതിന് റേറ്റ് കുറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 6 വെറൈറ്റിയുടെ കോമ്പോസെറ്റിന് വെറും 500 രൂപ മാത്രമേ നമുക്ക് ചാർജ് വരുന്നുള്ളൂ കേട്ടോ. ഇനി അടുത്തത് വരുന്നത് റബ്ബർ പ്ലാന്റ് ആണ്. നമുക്കതിൽ ബ്ലാക്ക്, ഗ്രീന്, വൈറ്റ്, റെഡ് ഇതുപോലെ ഡബിൾ ഷെയ്ഡൊക്കെ വരുന്നുണ്ട്. നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ ഈ ഒരു ഇത്രയും സെറ്റിൽ വരുന്ന കോംബോ ഓഫറിന് നമുക്ക് ഒരു 410 രൂപയെ റേറ്റ് വരുന്നുള്ളൂ. 5 വെറൈറ്റി 410 രൂപയ്ക്കാണ് നമ്മൾ കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസിൽ അയച്ചു തരുന്നത് കേട്ടോ. നല്ല വെറൈറ്റീസാണ് വന്നിരിക്കുന്നത്. നല്ല ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്, അല്ലെങ്കിൽ ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ള പ്ലാന്റ് ആണ്. ഒത്തിരി വെയിലത്ത് വയ്ക്കരുത് കേട്ടോ, അപ്പോൾ ലീഫ് ഭംഗിയില്ലാണ്ടായി പോവും. ഇനി അടുത്തത് വരുന്നത് എല്ലാവർക്കും വാങ്ങി വളർത്താൻ ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ജാഡ് വൈൻ. ജാഡ് വൈൻ്റെ 2 വെറൈറ്റീസും നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ തരുന്നുണ്ട്. ആദ്യത്തേന്ന് പറഞ്ഞാൽ ഈ കാണുന്ന റെഡ് ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ്. ഇതിന് റെഡ് ജാഡ് വൈൻ എന്നാണ് കേട്ടോ പറയുന്നത്. ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല പ്ലാന്റാണ് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇത് സീഡ് മുളപ്പിച്ച പ്ലാന്റാണ് കേട്ടോ. കുറേ പേര് ചോദിക്കാറുണ്ട് സീഡ് മുളപ്പിച്ച പ്ലാന്റാണോ ലെയർ ചെയ്ത പ്ലാന്റാണോ പെട്ടെന്ന് ഫ്ലവർ ആവുന്നതെന്നുള്ളത്. സാധാരണ ലെയർ ചെയ്ത പ്ലാന്റാണ് പെട്ടെന്ന് ഫ്ലവറിങ് ആവുന്നത്. പക്ഷേ ഈ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തരുന്നത് അത്യാവശ്യം നല്ല മെച്യൂർ ആയിട്ടുള്ള പ്ലാന്റാണ്. പക്ഷേ ലെയർ ചെയ്തതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ലെയർ ചെയ്തെടുത്ത പ്ലാന്റാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മളിതാ ഇതുപോലെ വള്ളികൾ ചുരുട്ടി കെട്ടി അത്യാവശ്യം വലിയതായിട്ടുള്ള പ്ലാന്റാണ് തരുന്നത് കേട്ടോ. അപ്പോൾ രണ്ടും ഏകദേശം ഒരേ സമയത്ത് ഫ്ലവർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ഈ കാണുന്ന ഒരു ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ജാഡ് വൈനാണ്. ബ്ലൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഗ്രീനിൻ്റെ ഒരു ഗ്ലോസി ആയിട്ടുള്ള ഒരു ഷെയ്ഡ് വരുന്ന പ്ലാന്റ്. അപ്പോൾ നല്ലൊരു വെറൈറ്റിയാണിത്. ഇതുപോലെ 1 മീറ്ററൊക്കെ ലെങ്ത്തിൽ ഇതിൻ്റെ ഫ്ലവർ ഉണ്ടാവും കേട്ടോ. എന്തൊരു ഭംഗിയായിരിക്കും എന്നൊന്ന് ഓർത്ത് വയ്ക്കുക. ഈ ഒരു പ്ലാന്റിലെ ഫ്ലവേഴ്സിന് അത്യാവശ്യം നല്ല ലെങ്ത്ത് വന്നിട്ടുണ്ട്. ഇതിങ്ങ് വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വിരിയുന്നതിന് മുമ്പ് ഞാൻ എടുത്തു വെച്ച വീഡിയോയാണ്. നല്ല അടിപൊളിയായിട്ട് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ജാഡ് വൈൻ്റെ ബ്ലൂവിൻ്റെ നമ്മൾ ലെയർ ചെയ്ത പ്ലാന്റാണ് തരുന്നത്. അതിൻ്റെ സൈസ് ഈ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ സീഡ് മുളപ്പിച്ച റെഡും ലെയർ ചെയ്ത ബ്ലൂവും കൂടിയാണ് നിങ്ങൾക്ക് കോംബോ ഓഫറിൽ തരിക കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്ക് കോംബോ ഓഫറിൽ. രണ്ടിനും കൂടി 930 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണം കേട്ടോ.